ഇതാദ്യമായിട്ടല്ല ബി ജെ പി ഇത്രയും മികച്ചൊരു വിജയം ബീഹാറിൽ നേടുന്നത്. ഇത്തവണ ബി ജെ പി 101 സീറ്റുകളിലാണ് മത്സരിച്ചത്. അതിൽ 89 സീറ്റുകളിൽ ജയിച്ചു കയറാൻ ബി ജെ പിക്ക് സാധിച്ചു. സ്ട്രൈക്ക് റേറ്റ് ഏതാണ്ട് 89% വരും. അപ്പം എന്താണ് അവസ്ഥ? ഇതിനു മുമ്പ് 2010 ഇതിലും മികച്ച വിജയം ബി ജെ പി ബീഹാറിൽ നേടിയത്. അന്ന് ഇത്ര ശക്തി ബി ജെ പിക്ക് ഇല്ല. അതുമാത്രമല്ല അന്ന് കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. കോൺഗ്രസിന്റെ നോമിനികളായിരുന്നു അന്നത്തെ ഇലക്ഷൻ കമ്മീഷണർമാർ. എസ്.വൈ. ഖുറേഷി ആയിരുന്നു ബി ജെ പി 2010 മികച്ച വിജയം നേടിയപ്പോഴുള്ള ഇലക്ഷൻ കമ്മീഷണർ. അതിനു മുമ്പ് നവീൻ ചാവ്ല ആയിരുന്നു. നവീൻ ചാവ്ല ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസുമായി പരസ്യമായിട്ടുള്ള ബന്ധമുള്ള അല്ലെങ്കിൽ ആ ഒരു ആരോപണം നേരിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു. അപ്പോൾ ചരിത്രമൊന്നും കോൺഗ്രസ് പെട്ടെന്ന് മറന്നു പോകുന്നത് നല്ലതല്ല. അപ്പോൾ അന്ന് 2010 JDU 115 സീറ്റാണ് നേടിയത്. 141 സീറ്റുകളിൽ മത്സരിച്ച്. ബി ജെ പി അന്ന് 102 സീറ്റുകളാണ് മത്സരിച്ചത്. അന്ന് 102 സീറ്റുകൾ മത്സരിച്ച് 2010 ബി ജെ പി 91 സീറ്റുകളിൽ ജയിച്ചിരുന്നു. അതായത് 2010 102 സീറ്റുകളിൽ മത്സരിച്ച് 91 സീറ്റുകളിൽ വിജയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു. ഇത്തവണ അത് 101 സീറ്റുകളിൽ മത്സരിച്ച് 89 അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനു മുമ്പും ബി ജെ പി മികച്ച സ്ട്രൈക്ക് റേറ്റോടെ ബീഹാറിൽ വിജയിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റ് എന്ന് വേണമെങ്കിൽ ടെക്നിക്കലി പറയാൻ സാധിക്കും.